നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് എത്തിയിരിക്കുകയാണ്. മൈക്കിൾ കാരിക് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സ് ന്യൂ ഇൻട്രം കോച്ച് അൺടിൽ ദി എൻഡ് ഓഫ് ദ സീസൺ. അപ്പോൾ അങ്ങനെ സോൾസർ ആയിരിക്കുമോ അതോ മൈക്കിൾ കാരിക് ആയിരിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഡേവിഡ് ഓൺസ്റ്റീനും പിന്നെ ഫാബ്രിസിയോ റൊമാനോവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഡിസിഷൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ എനിക്ക് തോന്നുന്നു ഒലെ ഓർ കാരിക് ഇവർ തമ്മിലുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കാരിക്കാണ് ഒരു ബെറ്റർ കാൻഡിഡേറ്റ് എന്ന് തോന്നുന്നു. കാരണം നമുക്കറിയാം ഒലെ കഴിഞ്ഞ പ്രാവശ്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻട്രീം കോച്ചായിരുന്നു, കെയർ ടേക്കർ കോച്ച്. പിന്നെ അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ടീം കോച്ചായിട്ടുള്ള സ്ഥാനക്കയറ്റവും കിട്ടി. പക്ഷേ 2 സീസൺ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീസൺ, നമ്മൾ സെക്കൻഡും തേർഡ് ആ ഒരു പൊസിഷനിലൊക്കെ ഫിനിഷ് ചെയ്തു. പിന്നെ 3rd സീസൺ ആയപ്പം സാക്ക് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. കാരിക്കിനെയാണ് ടീം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഒലെ ഉണ്ടായിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു പൊസിഷൻ ഹെഡ് കോച്ച് എന്നുള്ളൊരു പൊസിഷൻ ആണെങ്കിൽ പോലും ഈ ട്രെയിനിങ് സെഷൻസും ഇതിൻ്റെ സ്കെഡ്യൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് കീറൻ മെക്കന്നെയും മൈക്കിൾ കാരിക്കുമായിരുന്നു. അപ്പം ഇതെല്ലാം നോക്കി എന്താ പറയുക ഒന്ന് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു ഓലെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ട്രെയിനിങ് സെഷൻസ് ഡയറക്റ്റായിട്ടൊന്നും എടുക്കുന്നത് ഓലെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ കാരിക്കിനെ ഡയറക്റ്റായിട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കാരിക്കിന് കറക്റ്റായിട്ട് അറിയാം വ്യക്തമായിട്ട് ടീമിനെ ഏതൊരു രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാകാനായിട്ട് കാരിക്കിന് സാധിക്കും. അപ്പം കോച്ചിങ് സ്റ്റൈലിലാണെങ്കിലും അല്ലെങ്കിൽ ടീം ഫോർമേഷൻ്റെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം ഒരു വ്യക്തത ഉണ്ടാവും. കാരണം കോച്ചാണ് ടീമിൻ്റെ മെയിൻ എന്താ പറയുക മാനേജ് ചെയ്യുന്നൊരു വ്യക്തിയും കൂടെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡിസിഷനാണ് ബെറ്റർ ആയിട്ടുള്ളത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് ഉള്ള അഭിപ്രായം. പിന്നെ ഈ ഒരു കോച്ചിങ് സ്റ്റാഫിലേക്ക് എടുത്ത് പറയപ്പെടുന്ന ഇപ്പോൾ ഉള്ള പേരുകളെന്ന് പറഞ്ഞാൽ സ്റ്റീവ് ഹോളണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാരത്ത് സൗത്ത്ഗേറ്റിൻ്റെ കൂടെ ഇംഗ്ലണ്ടിൻ്റെ മെയിൻ ടീം അവിടെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പിന്നെ ജോണതൻ വുഡ്ഗേറ്റ്, ഇത് മിഡിൽസ്ബ്രോയുടെ പഴയ പ്ലെയർ, മൈക്കിൾ കാരിക്കിൻ്റെ കൂടെ കാരിക്ക് മിഡിൽസ്ബ്രോയുടെ കോച്ചായിരിക്കുന്ന സമയത്ത് അസിസ്റ്റൻ്റായിട്ട് 3 വർഷം ജോണാഥൻ വുഡ്ഗേറ്റും ഉണ്ടായിരുന്നു. പിന്നെ ട്രാവിസ് ബിനിയൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ അണ്ടർ 21 കോച്ചാണ്. അപ്പം ബിനിയനും വരുന്നുണ്ട്. പിന്നെ ജോൺ ഈവൻസ്, നമുക്കറിയാം ജോൺ ഈവൻസ് നമുക്ക് കഴിഞ്ഞ സീസൺ വരെ നമ്മുടെ ടീമിൽ കളിച്ചുകൊണ്ടിരുന്നതായിട്ട് പാർട്ട് ടൈം പ്ലെയറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ്. പിന്നെ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ലോൺസ് ആ ഒരു മേഖലയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻറ്റേർണൽ ഓഫീസുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് റിട്ടയർ ആയിട്ട് പോയതാണ്, മതിയാക്കി ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് പോയതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വീണ്ടും ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടിരിക്കുകയാണ് കോച്ചിങ് ലെവലിൽ. അപ്പം ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീം. സോ ഫസ്റ്റ് ആദ്യത്തെ ഗെയിം എന്ന് പറഞ്ഞിരുന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടാണ്, അതും ഡെർബിയാണ് കാരിക്കിനും ടീമിനും കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ബാപ്റ്റിസം ഓഫ് ഫയർ എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർസണലിൻ്റെ ഗ്രൗണ്ടിൽ പോയിട്ട് എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി ആർസണലായിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ 2 ഗെയിം എന്ന് പറഞ്ഞാൽ ടോപ്പ് 2 ടീംസുമായിട്ടുള്ള ഗെയിമാണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ബാപ്റ്റിസം ഓഫ് ഫയർ തന്നെയായിരിക്കും മൈക്കിൾ കാരിക്കിൻ്റെത്. അപ്പം ഈ ഒരു സീസൺ നമുക്ക് അറിയാം, കാരണം നമ്മൾ FA കപ്പിൽ നിന്ന് ഇപ്പം പുറത്തായി, 2 ദിവസം മുമ്പ് പുറത്തായി. അതിനു മുമ്പ് കാരബോ കപ്പിൽ നിന്ന് ഓൾറെഡി പുറത്തായി. ഇനിയിപ്പോൾ നമുക്ക് സീസൺ സേവ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതും എന്താ പറയുക, ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ 7ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. നമ്മളെങ്ങാട്ടി ബെറ്ററായിട്ട് കളിക്കുന്ന ഒത്തിരി ടീംസ് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇപ്പം ബ്രെൻഫോർഡൊക്കെ ആണെങ്കിൽ മുകളിലോട്ട് കയറി വന്നിട്ടുള്ള ഒരവസ്ഥയാണ്, ന്യൂകാസിൽ കയറി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടീംസിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ ഇനി ബാക്കിയുള്ള ഗെയിംസ് എല്ലാം നമ്മൾ മത്സരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഉറപ്പായിട്ടും ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മൈക്കിൾ കാരിക്കിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഓലയുടെ രീതിയിൽ അന്ന് സംഭവിച്ചതുപോലത്തെ ഉള്ളൊരിത് ഇപ്പോൾ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇപ്പം ഒലേനെ പോലെ സ്ട്രിങ് ഓഫ് ഗുഡ് റിസൾട്ട്സ് വന്നതിന് ശേഷം
അടുത്ത സീസണിലേക്കും മൈക്കിൾ കാരിക്കിന് കൊടുക്കുക എന്നുള്ളൊരു ലെവൽ ഈ പ്രാവശ്യം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തീരെ കുറവ്. ഒരു 99% അത് നടക്കത്തില്ല, ഓർ 100% അത് നടക്കത്തില്ല. കാരണം ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും വരുത്താനായിട്ട് ബോർഡ് തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി ഉള്ള കളികളിൽ മൊത്തം മൈക്കിൾ കാരിക്ക് ജയിച്ചാൽ പോലും നെക്സ്റ്റ് സമ്മർ ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു എക്സ്പീരിയൻസ് കോച്ചിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാര്യത്തിലായിരിക്കും നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ്. സോ ഈ ഒരു പീരിയഡ് അൺടിൽ ദി എൻഡ് ഓഫ് ദിസ് സീസൺ മൈക്കിൾ കാരിക്കിൻ്റെ കയ്യിൽ ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ആ ഒരു യൂറോപ്യൻ സ്പോട്ടിൽ എത്തിക്കുക എന്നുള്ളത്. ഇപ്പം ചാമ്പ്യൻസ് ലീഗ് കിട്ടിയില്ലെങ്കിൽ പോലും ആ യൂറോപ്പ ലീഗ് കളിക്കാനായിട്ടുള്ള ലെവലിലേക്കെങ്കിലും ടീമിനെ പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കും കാരിക്കിൻ്റെ റെസ്പോൺസിബിലിറ്റി. എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു ബെറ്റർ ടാക്ടീഷ്യനാണ് ഓലേനെ ആയിട്ട് കമ്പയർ നോക്കുമ്പോൾ ഒരു ബെറ്റർ ടാക്ടീഷ്യൻ തന്നെയാണ് മൈക്കിൾ കാരിക്ക്. സോ ഐ തിങ്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഒരു യൂറോപ്പയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൻ്റെ പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി എ മിറക്കിൾ. കാരണം ഓൾറെഡി ടീം അമറുമിനെ സാക്ക് ചെയ്തതിന് ശേഷം ഇത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം പ്ലെയേഴ്സ് ആണെങ്കിലും കൺഫ്യൂസ്ഡ് ആണ്, ഫാൻസ് ആണെങ്കിലും ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സോ സീസൺ ഓൾമോസ്റ്റ് എൻഡഡ് എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ വേറെ പ്ലെയേഴ്സിനെ ഒന്നും സൈൻ ചെയ്യില്ല എന്നുള്ള കാരണത്താലാണ് അമറും ബോർഡുമായിട്ട് ഇഷ്യൂ ആകുന്നതും അതുവഴി സാക്ക് ചെയ്യപ്പെടുന്നതും. അപ്പം ആ സെയിം ലെവലിൽ തന്നെ ആയിരിക്കുമോ മൈക്കിൾ കാരിക്ക് വന്നു കഴിഞ്ഞിരുന്നാലും അത് തന്നെ ആയിരിക്കും. ഇനി പ്ലെയേഴ്സിനെ ഒന്നും എടുക്കുന്നില്ല, ഈ വിൻഡോയിൽ ഒരു പ്ലെയറും വരുത്തില്ല എന്നുള്ള മാനേജ്മെൻറ്റ് പറഞ്ഞ രീതിയിൽ തന്നെ ആയിരിക്കുമോ, അതോ ഒരു പുതിയ മാനേജർ അല്ലെങ്കിൽ പുതിയൊരു കോച്ച് വന്ന സ്ഥിതിക്ക് ഒരു പ്ലെയറിനെയോ അല്ലെങ്കിൽ ഒരു എഡിഷൻ മേ ബി ഇൻ ദ മിഡ്ഫീൽഡ് അങ്ങനെ കൊടുക്കാനായിട്ട് മാനേജ്മെൻറ്റ് തയ്യാറാകുമോ എന്നുള്ളത് നമ്മൾക്ക് നോക്കി കാണേണ്ടതാണ്. ബിക്കോസ് ഈ ഒരു സീസൺ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഒരു പ്ലെയറെങ്കിലും നമുക്ക് കിട്ടിയേ പറ്റും. അതും മിഡ്ഫീൽഡിൽ ഒരു അഡീഷണൽ ഒരു പ്ലെയർ. കാരണം ഇപ്പോഴത്തെ മിഡ്ഫീൽഡ് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ കണ്ടതാണ്. ബ്രൈറ്റനുമായിട്ടുള്ള ഗെയിമിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി മിഡിൽ 3 പ്ലെയേഴ്സ് ഉണ്ടായിട്ട് പോലും വളരെ ഓപ്പണും പിന്നെ എന്താ പറയുക നോട്ട് അപ് ടു ദ മാർക്ക്. അപ്പം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മിഡ്ഫീൽഡർ നമ്മുടെ ഒരു മിഡ്ഫീൽഡിലേക്ക് ഈ സമ്മറിൽ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ദ ടീം. ആൻഡ് അത് കാരിക്കിനെയും കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാണ്. കാരണം ടാക്ടിക്സ് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ചാണ്. കാരണം കാരിക്ക് തന്നെ ഒരു മിഡ്ഫീൽഡറാണ്. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കപ്പടിച്ച, അതായത് ലീഗ് അടിച്ച പല സീസണുകളിലും കാരിക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഹീ നോസ് ഹൗ ദറ്റ് മിഡ്ഫീൽഡ് വർക്ക്സ്. അപ്പം ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു മിഡ്ഫീൽഡറിന് കാരിക്ക് പോയതിന് ശേഷം നമുക്ക് ആ ഒരു പൊസിഷൻ ഇതുവരെയ്ക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എന്താ പറയുക ദുഃഖകരമായിട്ടുള്ള കാര്യം. കാരണം കാരിക്ക് അത് എത്രയോ വർഷങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന പൊസിഷനാണ്. അപ്പം ആ പൊസിഷനിലേക്ക് ഒരു പ്ലെയറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നെക്സ്റ്റ് ഒരു 10 ഇയേഴ്സിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു എത്രയോ കാലമായിട്ട്. അത് നടന്നിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു പ്ലെയറിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ആൻഡ് മേ ബി ഇൻ ദ സമ്മർ ഇഫ് വി ഗെറ്റ് എ ചാമ്പ്യൻസ് ലീഗ് അങ്ങനത്തെ ഒരു പൊസിഷൻ വരുവാണെങ്കിൽ എലിയട്ട് ആൻഡർസണോ അല്ലെങ്കിൽ ആഡം വാട്ടൺ അതേപോലത്തുള്ള പ്ലെയേഴ്സ് ആ സമയത്ത് നമുക്ക് സാധ്യമാകും. ദേ വുഡ് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ലാതെ ചാമ്പ്യൻസ് ലീഗ് ഒന്നും ഇല്ലാതെ സ്ഥിതിക്കും പിന്നെ നമ്മളൊരു കോച്ച് പ്രോപ്പറായിട്ടുള്ളൊരു കോച്ച് ഇല്ലാത്ത സ്ഥിതിക്ക് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു പ്ലെയേഴ്സ് നമ്മുടെ ഇതിലേക്ക് വരുത്തില്ല. അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് വി ഹാവ് എ യൂറോപ്യൻ സ്പോട്ട്, അറ്റ്ലീസ്റ്റ് യൂറോപ്പ ലീഗ് സ്പോട്ട് എങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം ഇഫ് വി ഗെറ്റ് എ ചാമ്പ്യൻസ് ലീഗ് ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ് വിൽ ബി എ മിറക്കിൾ. സോ വലിയ ടാസ്ക്കാണ് മൈക്കിൾ കാരിക്കിൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഉള്ളത്. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് ഹീ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ പ്ലെയേഴ്സ്. ആ ടാക്ടിക്സ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് നടക്കട്ടെ എന്ന് വേണം നമുക്ക് ആശംസിക്കാനായിട്ട്. സോ വെൽക്കം back to Manchester United as interim coach Michael Carrick. So best of luck to you. Thanks for watching. Take care. Bye.